അപ്പോസ്തലർ 2:8-12 വരെ വായിച്ചാൽ ഇവിടെ നാം വായിക്കുന്നത് അവിടെ അവർ സംസാരിച്ചപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലായി. എന്നാൽ ഇന്ന് ഈ പെന്തക്കോസ്തുകാർ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് ഈ അന്യഭാഷ ദൈവത്തിൽ നിന്നുള്ള അല്ല എന്ന് പറഞ്ഞ് ചിലർ എന്ത് ചെയ്യുന്നു, ഇതിനെ പുച്ഛമായി ചിന്തിക്കാറുണ്ട്. 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന്റെ 28-29 വായിച്ചാൽ 28-29-30. ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ ഇങ്ങനെ ഓരോരുത്തരും നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. വിവിധ ഭാഷാവരം എല്ലാവരും അപ്പോസ്തലന്മാരോ, എല്ലാവരും പ്രവാചകന്മാരോ, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ, എല്ലാവരും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവരോ, എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ, എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു. ആ വാക്യം എടുത്തിട്ട് അനേകർ പറയുന്നു, നിങ്ങൾക്ക് പറയാമെങ്കിൽ നിങ്ങൾ പറഞ്ഞു, ഞങ്ങള് പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന്റെ ഒരു ഭാഗം കൂടെ എടുത്ത് ആ പ്രിയമുള്ളവർ പറയാറുണ്ട്. അപ്പൊ 13-8 വായിച്ചാൽ 1 കൊരിന്ത്യർ 13-8. സ്നേഹം ഒരു നാളും മുതിർന്നു പോകുകയില്ല, പ്രവചനവരമോ അത് നീങ്ങിപ്പോകും, ഭാഷാവരമോ അത് നിന്നുപോകും. അതുകൊണ്ട് ആ പ്രിയപ്പെട്ടവർ പറയുന്നത്, ഇന്നത്തെ പെന്തക്കോസ്തുകാർ പറയുന്നത് നമുക്കാർക്കും തിരിയുന്നില്ല. അന്ന് അവർക്ക് തിരിഞ്ഞു. അതുകൊണ്ട് ഇവര് പറയുന്ന ഒന്ന് യഥാർത്ഥമായ ദൈവത്തിന്റെ അല്ല, അതെല്ലാം നിന്നുപോയി എന്ന് പറയുവാൻ ഇടയാകുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, യഥാർത്ഥമായത് ഇതുവരെ വന്നില്ല. കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാം എല്ലാം മുഖാമുഖമായി കാണുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ളത് വരുന്നത്. കർത്താവിന് സ്തോത്രം. ഇവിടെ ഭാഷ എന്ന് പറയുന്നത് നമ്മൾ നോക്കിയാൽ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന് 1-ാം വാക്യം വായിച്ചാൽ, സഹോദരന്മാരെ, ആത്മീക വരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുതെന്ന്. ആത്മീക വരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുതെന്ന് ഞാൻ ചിന്തിക്കുന്നു. സ്തോത്രം. അപ്പോൾ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് വരങ്ങളെ കുറിച്ചാണ്. ഈ വരങ്ങളിൽ അന്യഭാഷ കൂടാതെ വേറൊരു ഭാഷയുണ്ട്, ഭാഷാവരം. ഞാൻ അതിന് അനുഭവസ്ഥനാണ്. ഞാൻ ഒരു ബാലനായിരിക്കുമ്പോൾ കുമ്പളാമ്പയ്യയിൽ, വടശ്ശേരിക്ക് പത്തനംതിട്ട മണ്ണാറക്കുളം കഴിഞ്ഞ് കുമ്പളാമ്പയ്യ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് ഞാൻ സ്കൂളിൽ പഠിച്ചത്. അവിടെ പന്തലിട്ട് റബ്ബറും തോട്ടത്തിൽ യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പല CSIക്കാരൊക്കെ രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വരാനിടയായി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു പാപ്പൻ, എൻ്റെ അപ്പച്ചന് നേരെ അനുജനല്ല, വേറൊരു കുടുംബത്തിലുള്ള ഒരു പാപ്പൻ, അദ്ദേഹത്തിന് നല്ലപോലെ ഇംഗ്ലീഷ് അറിയാം. TT തോമസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അവരൊരു കൂട്ടം ആളുകളുമായി ഞങ്ങൾ എല്ലാം കൂടി കൂടിയിരിക്കുന്ന പന്തലിന് തീ വയ്ക്കാൻ വരികയാണ്. അപ്പോൾ ഉപദേശി കർത്താവിന്റെ ദാസൻ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുകയാണ്. ഞാൻ എൻ്റെ പിതാവിനോട് അടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ പിതാവ് ആത്മപൂർണനായി എഴുന്നേറ്റ് ചെന്ന് അവരോട് സംസാരിക്കാൻ, അവർ തീ വയ്ക്കാൻ ഇങ്ങനെ പന്തവുമായി വന്നിരിക്കുക. അപ്പോൾ എൻ്റെ പിതാവ് ഇംഗ്ലീഷ് സ്കൂളിൽ പഠിച്ച ആളല്ല. ഞാനും പിതാവിന്റെ അടുക്കൽ നിൽപ്പുണ്ട്. 12 മിനിറ്റ് ഇംഗ്ലീഷ്, നല്ല ഇംഗ്ലീഷ് തന്നെ ഞങ്ങളുടെ ഉപ്പാപ്പനോട് ഇംഗ്ലീഷിൽ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ കുറ്റമാണ് മുഴുവനും പറഞ്ഞത്. നീ ഇന്നത് ചെയ്യുന്നു. അപ്പോൾ എന്റെ ഉപ്പാപ്പൻ അറിയാം അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയത്തില്ല. ഉടനെ അവിടെ നിലപാട് വീഴുവാനിടയായി. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ഇന്ന് അദ്ദേഹം ഒരു കർത്താവിന്റെ ദാസനായി കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. അപ്പോൾ എന്റെ പിതാവിന് ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്ത എന്റെ പിതാവിന് കർത്താവ് ഭാഷാവരം നൽകി. അതുപോലെയാണ് പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചത്. അവർ ഒരുപാട് പേര് വന്നിരുന്നു. അപ്പോൾ 18 പേർക്ക് ദൈവം ഭാഷാവരം നൽകിയപ്പോൾ അവര് ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അന്യഭാഷയെന്നൊന്നുണ്ട്, ഭാഷാവരം. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഞാൻ മിലിറ്ററിയിലായിരിക്കുമ്പോൾ അപ്പോഴും ഇടയ്ക്കിടയ്ക്ക് യോഗങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കാൻ പോകുമായിരുന്നു. ബാംഗ്ലൂർ HAL എന്ന് പറയുന്ന സ്ഥലത്ത് യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 ദിവസത്തെ കൺവെൻഷനാണ്. 2 ദിവസം ഞാൻ ഇംഗ്ലീഷിൽ പ്രസംഗിച്ചു, ഒരാൾ തമിഴിൽ തർജ്ജിമ ചെയ്തു. 3-ാമത്തെ ദിവസം യോഗത്തിന് സമയമായി. പ്രസംഗത്തിൽ 8 മണിക്ക് ഞാൻ പ്രസംഗത്തിലാണ്. നോക്കിയപ്പോൾ തർജ്ജിമക്കാരൻ വരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ പിന്നാണ് മനസ്സിലായോ, യോഗം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായ അദ്ദേഹത്തിന് സ്കൂട്ടർ ആക്സിഡന്റ് ആയി. അങ്ങനെയാണ് വരാതിരുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് നോക്കി 8 മണിയായി, തർജ്ജിമക്കാരുമില്ല. കർത്താവെ, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നീ സ്റ്റേജിൽ ചെന്നിട്ട് ഇംഗ്ലീഷിൽ പറ, ഈ വാക്യം തമിഴിൽ വായിക്കാൻ പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രസംഗിക്കാനുള്ള വചനം ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞു, തമിഴിൽ വായിക്കാൻ പറഞ്ഞു. അവിടെ ഒരു സഹോദരൻ തമിഴിൽ വായിച്ചു. 44 മിനിറ്റ് ആ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി നല്ല ചെന്തമിഴിൽ ഞാൻ പ്രസംഗിച്ചു. അത് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ വലിയൊരു കൂട്ടം ആളുകൾ രക്ഷിക്കപ്പെടുവാനിടയായി. സ്തോത്രം.
ആദ്യമായിട്ടാണ് ഞാൻ തമിഴിൽ സംസാരിക്കുന്നത്. അതെങ്ങനെയാണ്? കർത്താവ് ഭാഷാപരം ആ സമയത്ത് നൽകുവാനിടയായി. ഞാൻ ടിബറ്റിന്റെ ഭാഗങ്ങളിൽ പോയപ്പോൾ, ടിബറ്റിലെ ലഡാക്ക് കഴിഞ്ഞ് പോയപ്പോൾ അവിടെ അനേകായിരം ആളുകളുണ്ട്. സാധു സുന്ദർ സിംഗ് പോയതിന്റെ ശേഷം ആരും അവിടെ പോയിട്ടില്ല, അവർ പറയുവാനിടയായി. അപ്പോൾ ടിബറ്റൻ ഭാഷ എനിക്ക് അറിഞ്ഞുകൂടാ. തർജ്ജിമ എൻ്റെ കൂടെ വേറെ 3-4 പേരുമുണ്ട്. തർജ്ജിമ ചെയ്യാൻ ആരുമില്ല. ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് 5 ദിവസം ടിബറ്റൻ ഭാഷയിൽ അവരോടെല്ലാം ദൈവത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചും പഠിപ്പിക്കുവാൻ കർത്താവ് ഇടയാക്കി. അവർ പലരും പരിശുദ്ധാത്മാവ് നിറയുവാൻ ഇടയായി. അപ്പോൾ ഭാഷയിൽ 1 അന്യഭാഷയുണ്ട്, 2 ഭാഷാ വരമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അന്യഭാഷ മാത്രമല്ല, ഭാഷ വരമുണ്ട്. മൂന്നാമതൊന്നുകൂടെ ഉണ്ട്. അത് 14-ാം അധ്യായം, 1 Corinthians 14-ാം അധ്യായം അതിന്റെ 27-28 വായിച്ചാൽ. അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ ആകട്ടെ, അവർ ഓരോരുത്തരായി സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. വ്യാഖ്യാനി ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. ഈ വാക്യത്താൽ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അനേർക്കും അറിയാവുന്നത് നമ്മുടെ സഭകളിൽ സാധാരണ ഉള്ളതാണ്. എല്ലാവരും ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കർത്താവിന്റെ ദാസനോ ദാസിയോ ആത്മാവിൽ ശക്തിയുള്ളവരായി ഉറച്ച അന്യഭാഷയിൽ പറയുമ്പോൾ മറ്റുള്ളവർ അതിനെ എന്ത് ചെയ്യുകയും ചെയ്യുന്നു? തർജ്ജിമ ചെയ്യുകയും ചെയ്യുന്നു. അതെന്ന് പറഞ്ഞാൽ സഭയ്ക്ക് വേണ്ടി ദൂതും കൊണ്ടുള്ളതായ അന്യഭാഷ. അപ്പോൾ 3 അന്യഭാഷയുണ്ടെന്ന് മനസ്സിലാക്കണം. 1 മനുഷ്യരാരും തിരിച്ചറിയാത്ത അന്യഭാഷ, 2 ഭാഷാ വരം, 3 സഭയ്ക്ക് വേണ്ടിയുള്ള ദൂതുമായിട്ടുള്ള അന്യഭാഷ. ആ സഭയ്ക്ക് വേണ്ടിയുള്ള ദൂതുമായിട്ടുള്ള അന്യഭാഷ വരുമ്പോൾ അത് തർജ്ജിമ ചെയ്യാൻ ആളില്ല എങ്കിൽ അവരെന്ത് ചെയ്യണം? മൗനമായിരിക്കണം. എനിക്ക് അനേക പ്രാവശ്യം ഭാഷയെ തർജ്ജിമ ചെയ്യാനുള്ള വരം കർത്താവ് തന്നതിനാൽ അനേക പ്രാവശ്യം എൻ്റെ അനുഭവമുണ്ട്. സഹോദരന്മാരോ സഹോദരിമാരോ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ അതിന്റെ അർത്ഥം ഇതാണെന്ന് പറയുവാൻ കർത്താവ് എനിക്ക് കൃപ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഷയെക്കുറിച്ച് സംശയമുള്ള പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുന്നത്, 1 ആർക്കും മനസ്സിലാകാത്ത അന്യഭാഷയുണ്ട്. അത് മറ്റുള്ളവർക്ക് അടയാളം. 1 Corinthians 14:22 വായിച്ചാൽ. 1 Corinthians 14:22. അതുകൊണ്ട് അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്ക്. വിശ്വാസികളല്ല അവിശ്വാസികൾ. വിശ്വാസികൾക്കറിയാം ദൈവത്തോട് സംസാരിച്ചിരിക്കുകയാണ്. എല്ലാവരും മലയാളത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആത്മാവിൽ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ വിശ്വാസികൾ മറ്റുള്ളവർ ഇതെന്താ സംഭവിച്ചത്? അപ്പോൾ അവർക്ക് മനസ്സിലാകും ഇത് ദൈവത്താൽ വന്ന ഭാഷയാണ്. ഹല്ലേലൂയ. അപ്പോൾ 3 ഭാഷയുണ്ട് ദൈവമക്കൾ, നല്ലോണം മനസ്സിലാക്കണം. 1 ആർക്കും മനസ്സിലാകാത്ത അന്യഭാഷ, അത് ദൈവത്തോട് സംസാരിക്കുന്നു, ആത്മാവിൽ ആരാധിക്കുവാൻ അത് ഉപയോഗിക്കുന്നു, ആത്മാവിൽ മർമ്മങ്ങളെ മനസ്സിലാക്കുന്നു. 2 ആവശ്യമുള്ളപ്പോൾ ഭാഷാ വരം കർത്താവ് നൽകുന്നു. 3 സഭയിൽ ആരെങ്കിലും ഉറച്ച അന്യഭാഷ പറയുമ്പോൾ അത് തർജ്ജിമ ചെയ്യുവാൻ കർത്താവ് കൃപ നൽകുന്നു. അങ്ങനെ 3 വിധത്തിലുള്ളതായ ഭാഷ കർത്താവ് അന്യഭാഷയിലുണ്ട്. അതുകൊണ്ട് അന്യഭാഷയുടെ അനുഭവം ഇല്ലാത്ത ആരെങ്കിലും ഇന്നുണ്ടെങ്കിൽ അത് പ്രാപിക്കണം. ഞാൻ ഒരു ചെറിയൊരു അനുഭവം പെട്ടെന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആത്മാവിൽ ആരാധിക്കുവാനായിട്ട് വാക്യം വായിച്ചു പോകാനാണ്. ഞാൻ തമിഴ്നാട്ടിൽ തൃശ്ശിനാപ്പള്ളിയിൽ യോഗം നടത്തുകയാണ്. യോഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ആയിരക്കണക്കിന് ആളുകളുണ്ടായിരുന്നു. അതിൽ വെള്ളിയാഴ്ചയും അവരെ ബഹളം ഉണ്ടാക്കി ഒരുപാട് ഹിന്ദുക്കൾ, ഒത്തിരി DMK-കാരും മറ്റുള്ള ഹിന്ദുക്കൾ രക്ഷിക്കപ്പെടുവാൻ മുൻപോട്ട് വരുവാൻ ഇടയായി. അപ്പോൾ ശനിയാഴ്ച വൈകിട്ട് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകിൽ നല്ലൊരു സ്റ്റേജിന്റെ പുറത്തിൽ ഭിത്തിയാണുള്ളത്. 2 സൈഡിൽ നിന്ന് കല്ലേറുണ്ടായി. അപ്പോൾ കല്ലേറുണ്ടായപ്പോൾ എനിക്ക് തർജ്ജിമ ചെയ്യുന്ന സഹോദരൻ ഞാൻ പുറകിൽ ഇങ്ങനെ വഹിച്ചുകൊണ്ട് മുൻപോട്ട് വന്നു. എനിക്ക് നേര് കല്ലൊന്നും കൊണ്ടില്ല, ഭിത്തിയെ കൊണ്ടിട്ട് കല്ല് തെറിച്ച് വന്ന് എൻ്റെ മേൽ വന്നിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞ് അന്ന് ഞായറാഴ്ച രാവിലെ ഞാൻ അവിടെ പാസ്റ്റർ മുത്തുവിൻ്റെ വീട്ടിൽ അവിടെയാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പെര ഈ മണ്ണുകൊണ്ടുള്ള ഭിത്തിയും അതുപോലെ തറ കല്ലുകൊണ്ട് പാകിയതുമാണ്, ഈ സിമെന്റ് ഒന്നും ഇട്ടതല്ല. ഞാൻ അവിടെ രാവിലെ 7 മണിക്ക് ഷേവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് കതക് മുട്ടുകയാണ്. അപ്പൊ ഞാൻ കതക് തുറന്ന് നോക്കി, ചെറിയ കഥ നോക്കിയപ്പോൾ കൈയൊക്കെ കെട്ടി ഒരു സഹോദരൻ അവിടെ നിൽക്കുകയാണ്. 47 വയസ്സുള്ള ഒരു സഹോദരൻ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ? പറഞ്ഞു ഞാൻ ഇവിടുത്തെ സിലോവാം ബൈബിൾ കോളേജിലെ പ്രിൻസിപ്പളാണ്. എനിക്ക് പരിശുദ്ധാത്മാവ് വേണം, എന്നാൽ അന്യഭാഷ വേണ്ട.
ഞാൻ അദ്ദേഹം പറഞ്ഞു, ഞാൻ അന്യഭാഷയ്ക്കെതിരായിട്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അന്യഭാഷ സംസാരിക്കുന്നവർ ഭൂതങ്ങളാൽ നിറഞ്ഞ് സംസാരിക്കുന്നതാണ്, അന്യഭാഷ ദൈവത്താലുള്ളതല്ല. ഞാൻ ആ പുസ്തകം ഇംഗ്ലീഷിലും തമിഴിലും എഴുതി തമിഴ്നാട്ടിലെല്ലാം കൊടുത്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് അന്യഭാഷ വേണ്ട, പരിശുദ്ധാത്മാവ് വേണം. ഞാൻ പറഞ്ഞു, എന്താ പരിശുദ്ധാത്മാവ് വേണ്ടിയത്? ഉടനെ പറഞ്ഞു, ഇന്നലെ അവർ സ്റ്റേജിൽ കല്ലെറിഞ്ഞപ്പോൾ ഞാൻ സ്റ്റേജിലല്ലായിരുന്നു, അതിന് ദൂരെ അടുത്ത് ഒരു കസേരയിൽ ഇരിക്കാൻ ഞാൻ വിറച്ചുപോയി. കല്ലെറിഞ്ഞപ്പോൾ നിങ്ങൾ കല്ലെറിഞ്ഞ് കണ്ടിട്ട് നിങ്ങൾക്ക് വിറയിലൊന്നുമില്ല, നിങ്ങൾ സിംഹത്തെ പോലെ ഗർജിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പരിശുദ്ധാത്മാവിനാൽ ലഭിച്ച ധൈര്യമാണ്. അതുകൊണ്ട് എനിക്ക് ധൈര്യം വേണം, എന്നാൽ എനിക്ക് അന്യഭാഷ വേണ്ട. അദ്ദേഹം പറഞ്ഞു, ഞാൻ കസേരയിൽ ദൂരെ ഇരുന്ന് വിറച്ചു പോയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവേ, അപ്പൊ ഞാൻ പറഞ്ഞു, സഹോദര ഇവിടോട്ട് മുട്ടുകുത്താൻ പറഞ്ഞു. കൈയൊക്കെ കെട്ടിയിട്ട് ഞാൻ തലയിൽ കൈവച്ച്, കർത്താവേ, ഈ സഹോദരന് ദൈവത്തിന്റെ ആത്മാവ് വേണം, എന്നാൽ അന്യഭാഷ വേണ്ട. പിതാവേ, നിനക്കറിയാമല്ലോ ഈ സഹോദരനെ എങ്ങനെയാ നിറയ്ക്കേണ്ടതെന്ന്. ഞാൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ആ കോണിലോട്ടിരുന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ ഷേവിങ് തുടർന്നുകൊണ്ടിരുന്നു. 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നുണ്ട്. അദ്ദേഹം ടൈ ഉരി വെച്ചു. അത് കഴിഞ്ഞ് ഒരു 5-6 മിനിറ്റ് അപ്പത്തോന്ന് തറയിൽ അങ്ങ് വീണു. മുട്ടയിൽ നിന്ന് കൈയും കാലും വിട്ട് അടിക്കാൻ തുടങ്ങി. കൈയും കാലും വിട്ട് അടിച്ചിട്ട് വലിയ ശക്തിയോട് അന്യഭാഷ പറയുക. അന്യഭാഷ പറയുമ്പോൾ മുത്തു പാസ്റ്ററും മറ്റു ചുറ്റുപാടുള്ളവരെല്ലാം ജനലിൽ കൂടെ നോക്കാണ്, ഇതേ ആളാണല്ലോ അന്യഭാഷയ്ക്കെതിരായിട്ട് പുസ്തകം എഴുതിയത്. ഇദ്ദേഹം വളരെ ശക്തിയോടെ പറയുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വെള്ളത്തിൽ നീന്തുന്ന പോലെ ആ കല്ലുകൊണ്ടുള്ള തറയിൽ ഇങ്ങനെ നീന്തുക. അപ്പൊ ഞാൻ കുറച്ചു നേരം ഞാൻ മിണ്ടാതിരുന്നു. ഞാൻ കസേരയൊക്കെ മാറ്റിയിരുന്നു. കുറച്ച് നോക്കിയപ്പോൾ കൈയുടെ മുട്ടയിൽ കൂടെ ഒക്കെ രക്തം വരുന്നു. അതുകൊണ്ട് ഞാൻ ചെന്നൊന്ന് തട്ടി, എന്താ സഹോദര, ഞാൻ ദൈവത്തിന്റെ നദിയിൽ നീന്തുകയാണ്, എന്നെ ശല്യപ്പെടുത്തരുത്, എനിക്കൊന്ന് നീന്തണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെതിരായി പുസ്തകം എഴുതിയ വേർപെട്ട സഭയുടെ ഒരു ലീഡർ ആയിരിക്കുന്ന ബൈബിൾ കോളേജ് പ്രിൻസിപ്പൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ അന്യഭാഷയിൽ സംസാരിച്ചു. അന്ന് തന്നെ പോയി അദ്ദേഹം ആ പ്രിൻസിപ്പൽ സ്ഥാനം രാജിവെച്ചു. അതിനുശേഷം ഒരു 4 വർഷത്തിന് ശേഷം ഞാൻ ആന്ധ്രയിൽ വിജയവാഡ കാസിപ്പേട്ട എന്ന സ്റ്റേഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ട്രെയിനിന് വേണ്ടി നിൽക്കുമ്പോൾ ഒരാൾ വന്ന് പെട്ടെന്ന് എന്നെ കെട്ടിപ്പിടിച്ച് അന്യഭാഷ പറയാൻ തുടങ്ങി. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് ആരാ ഇത്ര പെട്ടെന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ ഞാൻ എനിക്ക് മുഖം ഓർമ്മയില്ല. ഉടനെ ചോദിച്ചു, എന്നെ അറിയത്തില്ലയോ, എന്നെ ഓർക്കുന്നില്ലയോ? ഞാൻ പറയും, ക്ഷമിക്കണം, ഞാൻ ശിലോവാം ബൈബിൾ കോളേജിന്റെ പ്രിൻസിപ്പൾ ആയിരുന്നു. അന്ന് നിറഞ്ഞ ആത്മാവിന്റെ നിറവിൽ ഞാൻ അന്നേ അവിടുന്ന് രാജിവെച്ച് ഞാൻ ഇന്ന് പെന്തക്കോസിന്റെ ഒരു ശുശ്രൂഷകനായി കർത്താവിനെ ആന്ധ്രയിൽ ശുശ്രൂഷിക്കുന്നു പറയുവാൻ ഇടയായി. ആയാൽ പ്രിയമുള്ളവരെ, അങ്ങനെ പല സംഭവങ്ങളുണ്ട്, ഒന്നല്ല പല സംഭവങ്ങളുണ്ട്. ഏതെങ്കിലും ബ്രദറൻ സഹോദരന്മാരോ ബാപ്റ്റിസ്റ്റ് സഹോദരന്മാരോ അന്യഭാഷയെക്കുറിച്ച് വിമർശനമുള്ള ദൈവദാസന്മാരോ, ഇന്ന് നിങ്ങളുടെ നല്ല അവസരമാണ്. ഇപ്പോൾ നമ്മൾ അല്പം പ്രാർത്ഥിപ്പാനായി പോവുകയാണ്. ദൈവത്തിന് ഈ പരിശുദ്ധാത്മാവുന്ന നീതിയിൽ എല്ലാവരും എങ്ങനെയാ? എസെക്കിയേൽ 47 അധ്യായത്തിന്റെ 3 മുതൽ വായിച്ചാൽ, എസെക്കിയേൽ 47 3 മുതൽ 5 വരെ ഒന്ന് വായിച്ചാൽ. ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു, 1000 മുഴം അളന്നു, എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം നരിയാണിയോളം ആയി. അവൻ പിന്നെയും 1000 മുഴം അളന്നു, എന്നെ വെള്ളത്തിൽ കൂടെ കടക്കുമാറാക്കി. വെള്ളം മുട്ടോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു, എന്നെ കടക്കുമാറാക്കി. വെള്ളം അരയോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു. അതെനിക്ക് കടപ്പാൻ വയ്യാത്ത ഒരു നദിയായി. വെള്ളം പൊങ്ങി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ഒരു നദിയായി തീർന്നു. ഇവിടെ പരിശുദ്ധാത്മാവിന്റെ നദിയെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നു, വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, സങ്കീർത്തനങ്ങളെല്ലാം നാം വായിക്കുന്നുണ്ട്. അത് പരിശുദ്ധാത്മാവ് നദിയെ കുറിച്ചാണ്. ഇവിടെ എഴുതിയിരിക്കുന്ന ആദ്യം 1000 മുഴം അളന്നപ്പോൾ വെള്ളം നരിയാണിയോളമായി. ആദാം മുതൽ നോഹ വരെയുള്ള കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അത്രമാത്രമായിരുന്നു. പിന്നെ 1000 മുഴം അളന്നപ്പോൾ മുട്ടോളമായി. നോഹ മുതൽ മോശ വരെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അങ്ങനെയായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് പിന്നെ 1000 മുഴം നടന്നപ്പോൾ അരയോളമായി. മോശ മുതൽ പെന്തക്കോസിന്റെ ദിവസം വരെ, ആ മാളിയമൊരു വരെ അരയോളമായിരുന്നു. എന്നാൽ പെന്തക്കോസ് നാൾ കഴിഞ്ഞപ്പോൾ അത് ആഴമുള്ള നദിയായി തീർന്നു. നിങ്ങൾക്ക് കേരളത്തിലുള്ളവർക്ക് വെള്ളത്തിൽ നീന്താൻ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, കഴുത്ത് വരെ വെള്ളമായാൽ നമുക്ക് നടക്കാൻ കഴിയും. തലയ്ക്ക് മേൽ വെള്ളമായി കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ നിൽക്കാൻ കഴിയുള്ള ആരെങ്കിലും, ചാമ്പ്യന്മാരായ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഒരുത്തരുമില്ല. തലയ്ക്ക് മേൽ വെള്ളം പോയാൽ കാല് തറയിൽ നിന്ന് തന്നെ പൊങ്ങിപ്പോകും. അത് കഴിഞ്ഞ് വെള്ളത്തിനകത്തായി കഴിഞ്ഞിട്ട് മലയാളമോ ഇംഗ്ലീഷോ പറയാവുന്ന വല്ലവരുമുണ്ടോ? പറയാനായിട്ട് വാ തുറക്കും, പപ്പ എന്നല്ലാതെ വെള്ളം വായിൽ കയറി നിങ്ങളുടെ നാവിനെ വെള്ളം കൺട്രോൾ ചെയ്യും. അതുപോലെ പരിശുദ്ധാത്മാവാകുന്ന നദിയിൽ
നിങ്ങൾ ഇറങ്ങിക്കഴിയുമ്പോൾ ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകളിൽ ആരും പറയിക്കാതെ തന്നെ പറയും. ചില വിചാരിക്കുന്ന ഭാഷമാരിങ്ങനെ കൈകൊട്ടിട്ട് പഠിക്കുമ്പോ തൊത്തോ പറയാന്ന് പറഞ്ഞ അങ്ങനെ പറയുന്നതല്ല അന്യഭാഷ. ഹല്ലേലൂയ. വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സംസാരിക്കാതിരിക്കാൻ നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങി തലമ മുഴുവനും ഒരു 7 അടി വെള്ളത്തിലിറങ്ങി 8 അടി വെള്ളത്തിലിറങ്ങി വായ അടച്ച് എത്ര നേരം നിൽക്കും? എന്ന് പറഞ്ഞ് പൊട്ടും. അതുപോലെയാണ് പരിശുദ്ധാത്മ നദിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ. ഒരു പക്ഷേ പ്രിയ സഹോദര, നീ പരിശുദ്ധാത്മ നദിയിൽ അരയറ്റം വരെ വെള്ളമായിരിക്കും, ഒരല്പം കൂടെ നീ മുൻപോട്ട് പോവുക. ഒരു പക്ഷേ കഴുത്ത് വരെ വെള്ളമായിരിക്കും, ഒരടിയുടെ മുൻപോട്ട് പോവുക. ഇന്ന് ആത്മാവിൽ നിറഞ്ഞ് സന്തോഷിപ്പാനിടയാവും. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. 46-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചാൽ. 46-ാം സങ്കീർത്തനം 4-ാം വാക്യം. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. നമ്മളെ സന്തോഷിപ്പിക്കുന്ന നദി. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസന്മാരാകുന്ന പൗലോസും ശീലാസും ജയിലിൽ കിടക്കുകയാണ്. ജയിലിൽ കിടക്കുമ്പോൾ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരുന്നു. പകൽ മുഴുവൻ നല്ല അടി കൊണ്ടു, ആഹാരം കിട്ടിയില്ല. ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നദിയിലായി ദൈവത്തെ അവർ സന്തോഷിക്കാനായി ആരാധിപ്പാനായി തുടങ്ങി. ഈ പരിശുദ്ധാത്മാവാകുന്ന നദിയിൽ നിങ്ങൾ ഉദാഹരണമായി നിങ്ങളുടെ തലയിൽ, നിങ്ങളുടെ യഥാർത്ഥ നദിയിലേക്ക് നിങ്ങൾ ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ നിങ്ങളുടെ തലയിൽ ഒരു വലിയ കല്ല് വെച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ കുറച്ച് നദിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കല്ലിന്റെ ഭാരം നിങ്ങളുടെ തലയിൽ നിന്ന് തന്നെത്താനെ അങ്ങ് മാറിപ്പോകും. കാരണം ആ വെള്ളം ആ കല്ലിന്റെ ഭാരത്തെ എടുക്കും. അതുപോലെ നിങ്ങൾ നദിക്കകത്ത് കിടക്കുകയാണ്. ആ നദിയിൽ കിടന്നുകൊണ്ട് കരയിലേക്ക് കാര്യങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങളുടെ കണ്ണ് ആ നദിയിലെ വെള്ളത്തിൽ കൂടെ ഫിൽറ്റർ ആയി വരുന്നത് കൊണ്ട് കരയിലുള്ള ഒന്നും വളരെ ഭംഗിയായി കാണത്തില്ല. അതുപോലെ നിങ്ങൾ വെള്ളത്തിൽ കിടക്കുക, ഒരാൾ കരയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കെതിരായി ചീത്ത പറയുകയാണെങ്കിലും നിങ്ങൾക്ക് അതൊന്നും കേൾക്കാൻ ഒക്കുകയില്ല. നിങ്ങളുടെ വായിൽ കൂടെ ചീത്തയല്ല വരുന്നത്, സ്തോത്രവും ആത്മാവുള്ള ആരാധനയും. അല്ലെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ കിടക്കുമ്പോൾ ആരെങ്കിലും കല്ലെറിയുകയാണെന്ന് വിചാരിച്ചാൽ ആ കല്ല് വന്ന് നിങ്ങളെ തൊട്ടയച്ചു പോകുമെന്നല്ലാതെ ഒരു വേദന പോലും നിങ്ങൾക്കുണ്ടാകില്ല. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ രോഗസമയത്തും നമ്മുടെ കഷ്ടസമയത്തും നമ്മുടെ പ്രയാസമുള്ള സമയത്തും ഡയബറ്റീസ് ആയാലും എന്തായാലും പരിശുദ്ധാത്മ നദിയിലേക്ക് ഇറങ്ങി നിങ്ങൾ ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരുന്നാൽ അറിയാതെ നിങ്ങളുടെ വയറ്റുവേദന എവിടെ പോയത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. നെഞ്ചുവേദന എങ്ങനെ? ഞങ്ങൾ അനുഭവത്തോടുകൂടെ പറയുന്നതാണ്.